എല്ലാവർക്കും നമസ്കാരം. PSC പഠിപ്പിലൂടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീലിഷ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സുപ്രധാന നിയമം എന്നൊരു ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. സുപ്രധാന നിയമം എന്നൊരു ഭാഗം നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സുപ്രധാന നിയമത്തിൽ നമ്മൾ ഇന്ന് കടക്കുന്നത് 4ാം ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ 4ാം ഭാഗത്തേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് എന്ന് മാഷ് പറയുമ്പോൾ ഇന്നത്തെ ഭാഗം നിങ്ങൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഏത് പരീക്ഷ എഴുതിയാലും ഉറപ്പിച്ചോളൂ നിങ്ങൾക്കൊരു മാർക്കാണ്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗമാണിത്. പക്ഷേ ഒരിക്കൽ കൂടെ പറയുന്നു, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങളോടൊപ്പം ഞങ്ങളില്ലേ. നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ രസകരമായ രീതിയിൽ ചാർട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എന്ത് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞുതരാം, ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്ത് പോരുത്. ക്ലാസ് മുഴുവൻ ഭാഗവും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. കാരണം ഇവിടെ ഒരുപാട് വർഷങ്ങളുണ്ട്, ആർട്ടിക്കിളുണ്ട്, ഭേദഗതികളുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കണം, വേണ്ടേ? അപ്പോൾ സബ്ജക്റ്റ് ഏതായിരിക്കും ഏകദേശം ഇപ്പോൾ മനസ്സിൽ ഊഹിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്നാൽ ഊഹിച്ചോളൂ, നേരിട്ട് കണ്ടോളൂ. വനിതാ സംവരണ നിയമം വളരെ വളരെ ഇമ്പോർട്ടൻറ്റും അതോടൊപ്പം തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ രസകരമായ രീതിയിലാണ് നമ്മുടെ കയ്യിലാക്കുകയാണ്. വനിതാ സംവരണ നിയമം. അപ്പോൾ നമുക്ക് പറയാം 2021 വനിതാ സംവരണ നിയമം എന്ന് പറഞ്ഞാൽ ഒരു സുപ്രധാനമായ നിയമമായിരുന്നു. ഇത് 2021 വനിതാ സംവരണ നിയമം അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്ന നിയമം. കേട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും സബ്ജക്റ്റിലേക്ക് കടക്കാം. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, രസകരമായ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? നിങ്ങളൊന്ന് ഉഷാറായിട്ടിരുന്നാൽ മതി. ദേ കിടക്കുന്നു നമ്മൾ വനിതാ സംവരണ നിയമം. വനിതാ സംവരണ നിയമത്തിൽ കിടക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു നിയമമാണ് 2021 വനിതാ സംവരണ നിയമം അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നത്. കേട്ടില്ലേ? നമുക്ക് കിടക്കാം. ഈ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ ആദ്യമേ അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 2023 കണ്ടോ, 81ാം ഭേദഗതിയിലൂടെ ഇതാദ്യമായി അവതരിപ്പിച്ചത് 1996 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. ശ്രദ്ധിക്കണം, വനിതാ സംവരണ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1996 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. അവതരിപ്പിച്ച എവിടെയാണ്? ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. റെഡിയല്ലേ? ഏതാണ് ഭേദഗതി? 81ാം ഭേദഗതിയിലൂടെ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? HD ദേവഗൗഡ. ഓക്കെ, HD ദേവഗൗഡയായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആദ്യ വനിത തന്നെയാണ്, ഗീതാ മുഖർജിയാണ്. ആരാണ്? ഗീതാ മുഖർജി. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞ HD ദേവഗൗഡയുടെ മന്ത്രിസഭയിലാണ്. HD ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് അവതരിപ്പിച്ച ആരാണ്? ഗീതാ മുഖർജിയാണ് അവതരിപ്പിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ മറന്നു പോകണ്ട, പ്രധാനമന്ത്രി HD ദേവഗൗഡ. ഒന്നുകൂടെ പറയല്ലേ? റെഡിയല്ലേ? ആദ്യമായി വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 81ാം ഭേദഗതിയിലൂടെ 1996 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് അവതരിപ്പിച്ച. എവിടെയാണ്? ലോക്സഭയിലാണ്. ലോക്സഭയില് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ഗീതാ മുഖർജിയാണ്. ഏതായിരുന്നു? HD ദേവഗൗഡ മന്ത്രിസഭ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. അല്ലെ? നമ്മൾ പറയുന്ന സമയത്ത് ഈ ബില്ല് നിർഭാഗ്യവശാൽ ബില്ല് പാസ്സായില്ല. ഓക്കെ, ബില്ല് വലിയ പഠനത്തിലൊക്കെ ബില്ല് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ബില്ല് നമുക്കറിയാം, ബില്ല് പാസ്സായില്ല എന്ന് പറയുന്ന സമയത്ത് ഇത് 1996 മാത്രമല്ല ബില്ല് അവതരിപ്പിക്കുന്നത്. പലതവണ ബില്ല് അവതരിപ്പിച്ച സമയത്ത് ബില്ല് പരാജയപ്പെട്ടതാണ്. രാജ്യസഭ അംഗീകരിക്കുമ്പോൾ ലോക്സഭ അംഗീകരിക്കില്ല, ലോക്സഭയിൽ ഇത് പാസ്സാകുമ്പോൾ രാജ്യസഭയിൽ അംഗീകരിക്കപ്പെടും. അങ്ങനെ ഏതെങ്കിലും രണ്ടിലും അംഗീകരിക്കപ്പെട്ടാലാണ് ഒരു ബില്ലാവുന്നത്, ഒരു നിയമം പ്രാബല്യത്തിൽ വെച്ച് രാഷ്ട്രപതിക്ക് കൈമാറുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബില്ല് പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇത് ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ 6 തവണയാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചത്. 6 തവണ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും 6 തവണ ഇതെന്ത് ചെയ്താണ്? പരാജയപ്പെട്ടതാണ്. അല്ലേ? ഒന്നുകൂടി പറയല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, രസകരമായിരുന്നു നമുക്ക് പഠിച്ചെടുക്കാന്നേ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ പോരെ അല്ലേ?
കൂടെ മാഷില്ലേ, മാഷ് പറയുന്നത് ഫോളോ ചെയ്ത് വന്നാൽ മതി കേട്ടോ. അപ്പം വളരെ പ്രാധാന്യമുള്ളൊരു നിയമമാണ് 2021 വനിതാ സംവരണ നിയമം അഥവാ നാരി ശക്തി ബന്ധൻ അധിനിയം എന്നറിയപ്പെടുന്നത്. കേട്ടില്ലേ? ആദ്യമായി സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 81 ഭേദഗതിയിലൂടെയാണ്. മറക്കരുത്, 81 ഭേദഗതിയിലൂടെയാണ്. ചിലപ്പോൾ ചോദിക്കും ആദ്യമായി വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, 2021 പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിൽ എന്ത് വേണം? 1996 സെപ്റ്റംബർ 12 ഏത് ഭേദഗതിയിലൂടെ? 81 ഭേദഗതിയിലൂടെ. ഇത് പാർലമെന്റ് അവതരിപ്പിച്ച ആരാണ്? ഗീതാ മുഖർജിയാണ്. വനിത തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഏത് മന്ത്രിസഭയായിരുന്നു? HD ദേവഗൌഡയായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. മറക്കണ്ട. എത്ര തവണയാണ്? 6 തവണയാണ് ബില്ല് എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്. റെഡിയല്ലേ? അപ്പൊ ഇത്രയും ഭാഗം കൂട്ടുകാർക്ക് റെഡിയാണോ? എന്നാൽ നമുക്കിത് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങളാണ് വരാൻ പോകുന്നത്, ശ്രദ്ധിക്കണം. 2023 മെയ് മാസം 28 പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, 2023 മെയ് മാസം 28 പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്നാ പിടിച്ചോളൂ. 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. പഴയ പാർലമെന്റ് മന്ദിരം മാഷവിടെ ബ്രേക്കർ കൊടുത്താണ്ടോ? സംവിധാൻ സദൻ എന്നാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന് ഇപ്പോഴത്തെ പേര്. ഇപ്പൊ 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി. എന്നാൽ 2023 സെപ്റ്റംബർ മാസം 18 പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടക്കുന്നത്. ഇനി നമ്മൾ ബില്ലിലേക്ക് അടക്കുകയാണ്. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ആദ്യ സമ്മേളനം നടക്കുന്നു. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ആദ്യ സമ്മേളനത്തിൽ പാസാക്കിയ അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ എന്ന മന്ത്രിയാണ്. ആരാണ്? അർജുൻ റാം മേഘ്വാൾ എന്ന മന്ത്രിയാണ് ലോക്സഭയിൽ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ബില്ല് ഒരു നിയമമാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് ഒരു നിയമമാവാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ലോക്സഭ ആ ബില്ല് അംഗീകരിക്കുകയും പാസാക്കുകയും രാജ്യസഭയുടെ പരിഗണനയിലേക്ക് പോയും രാജ്യസഭ ബില്ല് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താവുന്നു? രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ബില്ല് എന്തായി? നിയമമായി. അതുവരെ ബില്ല് നിയമമാവാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണ് ഏത്? ബില്ല്. ഇപ്പൊ നമുക്ക് കടക്കാം, നോക്കിക്കോളൂ. ഇവിടെ അടുത്ത പോയിന്റ് കടക്കുന്ന സമയത്ത് 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസാക്കി. 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസാക്കി. പക്ഷെ ഇത് പാസ്സാക്കുമ്പോൾ ചെറിയൊരു കടമ്പ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് കാര്യഗൗരവത്തിലെടുക്കേണ്ട ഒരു കടമ്പ ആയിരുന്നില്ല. കാരണം ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ആകെ 456 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 456 പേർ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 2 പേർ ഒഴികെ 454 പേരും ഇതിന് അനുകൂലിച്ചവരാണ്. ആ 2 പേർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 454 പേർ അനുകൂലിച്ചപ്പോൾ 2 പേർ മറ്റാരുമല്ല, ഹൈദരാബാദിൽ നിന്നുള്ള AIMIM സംഘടനയിലെ 2 പേരാണ് ഇത് അനുകൂലിക്കാതിരുന്നത്. ഒന്ന് അസാദുദ്ദീൻ ഉവൈസിയും 2 ഇൻഡ്യാംസ് ജലീലും. ഈ 2 പേരാണ് ബില്ലിനെ അനുകൂലിക്കാതിരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. ആകെ 456 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 454 പേരും ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്. 2 പേരാണ് വിട്ടുനിന്നത്. അസാദുദ്ദീൻ ഉവൈസിയും ഇൻഡ്യാം ജലീലും. ഈ 2 പേരാണ് എന്ത് ചെയ്യുന്നത്? വിട്ടുനിന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 2023 സെപ്റ്റംബർ 21 രാജ്യസഭ ബില്ല് പാസ്സാക്കി. ഓക്കെ, ലോക്സഭയിൽ വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായ ബില്ല് 2023 സെപ്റ്റംബർ 21 രാജ്യസഭ ബില്ല് പാസ്സാക്കുന്നു. ഇനി രാഷ്ട്രപതിയെ പരിഗണിക്കാൻ പോവുക അല്ലേ എന്ന് പറയുന്ന സമയത്ത് 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ചു.
രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ചു, എന്തായി? നിയമമായി. അല്ലേ? ആയല്ലോ. ഇതിന് പ്രാബല്യത്തിൽ വരാൻ പോവും. പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുന്നു. 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. ആകെ 456 പങ്കെടുത്ത വോട്ടെടുപ്പിൽ 454 പേരും അനുകൂലിച്ചു. അനുകൂലിക്കാത്ത 2 പേർ അസാദുദ്ദീൻ ഉവൈസിയും ഇംതിയാസ് ജലീലുമാണ് അനുകൂലിക്കാതിരുന്ന ആളുകൾ. 2023 സെപ്റ്റംബർ 21 രാജ്യസഭ ബില്ല് പാസ്സാക്കുന്നു. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ബില്ല് ഒപ്പുവയ്ക്കുന്നു. റെഡിയല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. റെഡിയല്ലേ? 128 ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. 128 ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചതെന്ന് പറയുന്ന സമയത്ത് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ബില്ല് നിലവിൽ വന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. 128 ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ്, ശ്രദ്ധിക്കണം, ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. എന്നാൽ 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം സംവരണ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇടയിൽ ഈ 2 പോയിന്റ് മാത്രം ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. നിയമം അനുസരിച്ച് സംവരണം ലഭിക്കുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. വളരെ ലളിതമായിട്ട് തന്നെ അറിഞ്ഞു വെച്ചിരിക്കും, ലളിതമായിട്ട് തന്നെ പഠിക്കണം. നിയമം അനുസരിച്ച് സംവരണം ലഭിക്കുന്ന സ്ഥലങ്ങൾ: 1 ലോക്സഭയിൽ 33%, പിന്നെ വരുന്നു സംസ്ഥാന നിയമസഭയിൽ 33%, ഡൽഹി നിയമസഭയിൽ 33%. ഇടയിലെ ഒന്നുകൂടെ പറയാം. ലോക്സഭയിൽ 33%, സംസ്ഥാന നിയമസഭയിൽ 33%, ഡൽഹി നിയമസഭയിൽ 33%. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്, ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. ഏതാണ്? ലോക്സഭയിൽ 33% സംവരണം. ശരിയാണോ? ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33%. ശരിയാണോ? ശരിയല്ല. രാജ്യസഭയിൽ 33%. ശരിയാണോ? ശരിയല്ല. ഡൽഹി നിയമസഭയിൽ 33%. ശരിയാണോ? ശരിയാണ്. സംസ്ഥാന നിയമസഭയിൽ 33%. ശരിയാണോ? ശരിയാണ്. കോർപ്പറേഷനിൽ 33%. ശരിയാണോ? ശരിയല്ല. പഞ്ചായത്തുകൾ 33%. ശരിയാണോ? ശരിയല്ല. കണ്ടോ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഒക്കെ ഉൾപ്പെടുന്നുള്ള നമുക്കറിയാം. പക്ഷെ എന്നാലും അത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിക്കാം, ചോദിക്കാതിരിക്കാം. അപ്പോൾ രാജ്യസഭയിൽ ഇത് ബാധകമല്ല, പുതുച്ചേരി നിയമസഭയിൽ ഇത് ബാധകമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് ബാധകമല്ല. ബാധകമായത് എവിടെയൊക്കെയാണ്? ലോക്സഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിൽ. അപ്പോൾ കൂട്ടുകാർക്കിടയിൽ ഒരു സംശയം വന്നിട്ടുണ്ടാവും. അതെന്താ മാഷേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വനിതാ സംവരണം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ വനിതാ സംവരണം ഉണ്ടല്ലോ. ഉണ്ട്. ഒരല്പസമയം വെയിറ്റ് ചെയ്യൂ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. 1-2 ഭാഗം കൂടി കഴിയട്ടെ. റെഡിയല്ലേ? തിരികെ വന്നോളൂ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. സംവരണം എങ്ങനെ നിലവിൽ വന്നു? സംവരണം എങ്ങനെ നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. 106 ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. 128 ഭേദഗതി ബില്ല് പ്രകാരം 106 ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് പറയുമ്പോൾ 106 ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. 106 ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ 239 AA2 BA. 239 AA2 BA ആർട്ടിക്കിൾ പ്രകാരം ഡൽഹിയിൽ 33% സംവരണം ഏർപ്പെടുത്തി. ശ്രദ്ധിക്കണം, ഇവിടെ മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ, മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ അങ്ങനെ തന്നെ പഠിച്ചെടുക്കണം. എന്താണ്? 239 AA2 BA ആർട്ടിക്കിൾ പ്രകാരം ഡൽഹിയിൽ 33% സംവരണം ഏർപ്പെടുത്തി. റെഡിയല്ലേ? എന്നാൽ 106 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തവ, നേരത്തെ നമ്മൾ പറഞ്ഞു മാറ്റം വരുത്തിയവ, ഇത് കൂട്ടിച്ചേർത്തവ. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ടെൻഷൻ അടിക്കാതെ ക്ലാസ് കാണാം. ഇപ്പൊ ക്ലാസ് ഇത് കേൾക്കുമ്പോൾ അമ്മോ ഇതെങ്ങനെ പഠിച്ചെടുക്കുക, ഇതെന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്ന ചിന്തയൊന്നും വേണ്ട. കേൾക്കുന്നത് അങ്ങ് പഠിക്കുക, കാര്യങ്ങൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം 106 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തവ ശ്രദ്ധിച്ചാൽ മതി. 330A, 332A,
333A. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു വരാം. 330A ലോക്സഭയിൽ 33% സംവരണം. 330A പ്രകാരം ലോക്സഭയിൽ 33% സംവരണം കൂട്ടിച്ചേർത്തതാണ്. 332A നിയമസഭയിൽ 33% സംവരണം. 333 നിയമം എപ്പോൾ വരും നിലവിൽ വരും എന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണേ. ആദ്യത്തെ രണ്ട് ഭാഗത്തും ആർട്ടിക്കിൾ പ്രകാരം പറഞ്ഞത് ഏതാണ്? 330 ലോക്സഭയിൽ 33% സംവരണത്തെ കുറിച്ച്, 332 നിയമസഭയിൽ 33% സംവരണത്തെ കുറിച്ച്, 333 നിയമസഭയിൽ അല്ലെങ്കിൽ ഈ നിയമം എപ്പോൾ നിലവിൽ വരും എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, അതായത് നിയമമായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നിവിടെ നമുക്ക് നോക്കണം അല്ലേ. എപ്പോഴാണ് പരാമർശിക്കുന്നത്? 2029 മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം മാത്രമേ ഈ നിയമം നിലവിൽ വരൂ. ഓക്കെ, 2029 മണ്ഡലം പുനഃക്രമീകരണത്തിന് ശേഷം മാത്രമേ ഈ നിയമം നിലവിൽ വരൂ. റെഡിയല്ലേ? ഇനി നമുക്കിതാ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. 2023 ബില്ല് പ്രകാരം സംവരണം ലഭിക്കാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2023 വനിതാ സംവരണ നിയമപ്രകാരം സംവരണം ലഭിക്കാത്ത സ്ഥലങ്ങൾ: 1 രാജ്യസഭ, 2 പുതുച്ചേരി നിയമസഭ, 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സംവരണമില്ലേ എന്ന് നമുക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വനിതാ സംവരണം നോക്കല്ലേ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വനിതാ സംവരണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് 1992 ഭരണഘടനാ ഭേദഗതി 73-74 1992 73-74 ഭേദഗതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞാൽ, ഈ 73-74 ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞ് നമുക്ക് പറയാം. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലിക നിയമമാണ്. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജും 74-ാം ഭേദഗതി നഗരപാലിക നിയമത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി അതിനൊന്ന് നമുക്ക് വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഈ 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലിക നിയമമാണെന്ന് പറയുമ്പോൾ ഈ നിയമപ്രകാരം, ഈ ഭേദഗതി പ്രകാരം 33% സംവരണമുണ്ട്. ഈ ഭേദഗതി പ്രകാരം 33% സംവരണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണം 50%. അപ്പൊ അതിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു വരാം. ആർട്ടിക്കിൾ 243D3 പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 23D3 പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും വരുന്നു ആർട്ടിക്കിൾ T3 പ്രകാരം, ആർട്ടിക്കിൾ 243T3 പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തി. ശ്രദ്ധിക്കണേ, ഇവിടെ ഭേദഗതി പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 243D3 പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തി. എന്നാൽ ആർട്ടിക്കിൾ 243T3 പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തി. അപ്പോൾ മാഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംവരണം എത്രയാണ്? 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംവരണം. ഓക്കെ, അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സംവരണം എത്രയാണ്? 50% സംവരണം. അപ്പോൾ ചോദിക്കും, ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം 33% അല്ല മാഷേ സംവരണം പറയുന്നത്, അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ 50% സംവരണം എന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരിനുണ്ട്. അടിവരയിട്ട് പഠിച്ചു വെച്ചോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരിനുണ്ട്. ഓക്കെ, എന്ന് നമ്മൾ പറയുന്ന സമയത്ത്
ആദ്യമായി വനിതാ സംവരണം 50% ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ്. ആദ്യമായി വനിതാ സംവരണം 50% ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള 20 സംസ്ഥാനങ്ങളിൽ വനിതാ സംവരണം എത്ര ശതമാനമാണ്? 50%. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കൂടുതൽ കാട് കയറിയിട്ടൊന്നും മാഷ് പറഞ്ഞിട്ടില്ല. നിർത്തി ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പരാമർശിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിർബന്ധമായി കൂട്ടുകാർ ഇതെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം എഴുതി സൂക്ഷിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ 1-2 ദിവസം മുന്നേ ഒന്നുകൂടി എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം ഉറപ്പിച്ച് മാഷ് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സുപ്രധാന നിയമത്തിൽ അടുത്ത ക്ലാസ്സുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും വിജയാശംസകൾ. ബൈ.